കാതൽ സിനിമയിൽ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്. അതിനെ നമ്മൾ അത്രയും മാനോളം പുകഴ്ത്തുന്നുണ്ട്. ശ്രീ മമ്മൂട്ടി എന്ന നടനപ്പുറത്തേക്ക് ഇതാരും ചെയ്യാനില്ല, അത്രയും നല്ല ക്യാരക്ടറാണ്. അതേ മലയാളികൾ തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഏറ്റവും വിമുഖത കാണിക്കുന്നത്. അപ്പം ആ ഒരു സിനിമ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തു? പ്രത്യേകിച്ച് ഒരു മാറ്റം ഫീൽ ചെയ്തതായി തോന്നുന്നില്ല. ആ ഫിലിം ഇറങ്ങി ഒരു 2-3 ദിവസം നല്ല കുറച്ച് ആൾക്കാർ കാത് സിനിമ ഒക്കെ പോയി കണ്ടു, നിങ്ങളുടെ ഒരു റെസ്പെക്ട് തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു. അന്ന് ഓക്കെ ആയിരുന്നു. ആഷി നോട്ട് എ ഗേ ആയിട്ടുള്ള വ്യക്തിയല്ല. ആഷി പക്ക സ്ട്രൈറ്റ് ആയ വ്യക്തിയാണ്. ആഷിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് വേണം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ്. ഇപ്പൊ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹോർമോൺ ട്രീറ്റ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ഭയങ്ങൾ നമുക്ക് മനുഷ്യനുണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആളുകളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. ജാസിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ലൈഫിൽ? നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളെ വിട്ടുപോകുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. സഹിച്ചിട്ടുമില്ല ഞാൻ. ഇവര് തമ്മിലുള്ള സെക്സ് എങ്ങനെയായിരിക്കും? ഞങ്ങൾ കോൽക്കളി അല്ല കളിക്കുന്നത്, ഒപ്പനെയായിരുന്നു കളിച്ചത്. 4 ദിവസം ഞങ്ങൾ ദഫ് മുട്ട അല്ലെങ്കിൽ അറബിന മുട്ടൊക്കെ കളിക്കും. എനിക്കിതുവരെ അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു സംഭവം വന്നിട്ടില്ല. ആഷിക്ക് എങ്ങനെയാണ്? ആഷിക്ക് അത് ഇഷ്ടമാണ്. ജാസിയുടെ കൂടെ തന്നെ നിൽക്കണം എന്നല്ല തീരുമാനം. ഈ വീട്ടുകാരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ? എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതായത് തുടക്കമൊക്കെ എന്തെങ്കിലും കമന്റ് കാണുമ്പോൾ അമ്മ വിളിച്ചു ചോദിക്കാം, എന്താ കമന്റ് അങ്ങനെ, എന്താ അവരെങ്ങനെ കമന്റ് ഇടുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയും, അമ്മ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ക്ലിക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സഹിക്കണം. അത് ഫേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ച് നിന്ന് പോകുന്നത്. കുറേ ആൾക്കാർ അങ്ങനെ പറയാനുണ്ട്, അതൊന്നും കേട്ട് മൈൻഡ് ആക്കണ്ട, അത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടല്ലോ, അത് മതി എന്നുള്ള രീതിയിൽ ഫാമിലിനെ ആശ്വസിപ്പിച്ചപ്പോൾ ഇപ്പം അവർ ഭയങ്കര സപ്പോർട്ടാണ്. അവർ എൻ്റെ ഇൻസ്റ്റാ റീൽസ് കാണാറുണ്ട്, അതിൻ്റെ എല്ലാ കമൻസും ചിലപ്പോൾ വായിക്കാറുണ്ടാകും. പക്ഷേ ഫാമിലിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു പവർ തന്നെ അവരാണ്. എന്തായാലും ആഷിയെടുത്ത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് ജാസിയിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി എന്നാണ്? കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്ത് വീണ്ടും ആ ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയ അത്രയും ആഘോഷിച്ച ഒരു സാധനമാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു നിങ്ങളുടെ ഒരു ബന്ധം ഗ്യാങ് സർക്കിൾ തന്നെ പുതിയതായിട്ട് ഓരോ ആൾക്കാർ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പം മൊത്തത്തിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ശരിക്കും നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, പുറത്തുള്ളവരല്ല. കൂടെ നിൽക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ശത്രുക്കളെ തിരിച്ചറിയാൻ തുടങ്ങിയില്ലേ? കുറെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത്. ജാസിക്ക് മാത്രമേ അങ്ങനത്തെ പ്രശ്നം. ഇപ്പോൾ ആദ്യം പുതിയതായി വന്നവരെ പിന്നെ നമ്മളാണെങ്കിൽ ഹൈ ബൈ എല്ലാ വണ്ടിയും ഞാൻ പേഴ്സണലി എല്ലാവരും പറ്റുന്ന അറ്റാച്ച്ഡ് ആവും. ഞാൻ എല്ലാവരും അവരെ വിഷമങ്ങൾ ഞാൻ കേൾക്കും, എൻ്റെ വിഷമങ്ങൾ ഞാൻ അവിടെ പോയി പറയും. പിന്നെ അത് വലിയ സീനാകും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാറ് എപ്പോഴും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവളോട് ഷെയർ ചെയ്യും, ഇവിടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യും. ഞാനിതെല്ലാം കൂടി കൊണ്ടിട്ട് ഇവനോട് ഷെയർ ചെയ്യും. ഇവൻ പറയും, നിങ്ങൾ രണ്ടുപേരും അത് ഓക്കെ ആയി നിൽക്കും, നിങ്ങൾ അവിടെ പോകേണ്ട ഇവിടെ പോകേണ്ട. ഇവൻ കുറേ നിർദ്ദേശങ്ങളൊക്കെ തരും. അവരെന്തെങ്കിലും പറഞ്ഞോട്ട് നിങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അങ്ങനെ ആ ലെവലിൽ. നമ്മൾ ഈ മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ് വരും. കാരണം ഇപ്പം നമ്മൾ മെഡിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുവാണ്. അപ്പം ജാസി ഈ മെഡിക്കേഷൻ എടുത്ത് തുടങ്ങിയപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? ദേഷ്യം കൂടുമായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എനിക്കത് ആ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു കാര്യം പറഞ്ഞത്, ഈ ട്രാൻസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇവർ ഈ എല്ലാവരും ഈ പലത് ചാന്തുപൊട്ടാണ് അല്ലെങ്കിൽ കുണ്ടനാണ് അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാം കേട്ടോ, ചാന്തുപൊട്ടാണ്, കുണ്ടനാണ്, അല്ലെങ്കിൽ 9 അങ്ങനെ പലതും പറഞ്ഞ് ഈവൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ലെവലിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കൊണ്ടിരിക്കുന്ന ട്രാൻസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ, ഇവരൊക്കെ എത്ര വേദന സഹിച്ചിട്ടാണ് ആ ഒരു പൂർണ്ണതയുള്ള സ്ത്രീയിലേക്ക് മാറുന്നത്. അപ്പോൾ അവരൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. കാരണം അവർ അത്രയും ആ ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈവൻ എനിക്ക് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുൾ ബോഡി ലേസർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി, അത് കഴിഞ്ഞിട്ട് വേറെയുള്ള കോസ്മെറ്റിക് സർജറി ഒക്കെ എന്നാണ് ഒരു പൂർണ്ണതയുള്ള സ്ത്രീയിലേക്ക് മാറുന്നത്. എന്നിട്ടും അവർ താഴത്ത് പോയിട്ട് നീ 9 അല്ലെങ്കിൽ നീ ചാന്തുപൊട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണലി എനിക്കിപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അവർ ആ ഒരു പ്രോസസ്സിൽ അവരെടുക്കുന്ന ഒരു എഫേർട്ട് വളരെ വലുത്. അത് പലർക്കും അറിയില്ല, അവരെടുക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാനത് പകുതി ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അവരോട് റെസ്പെക്റ്റ് ഒന്നും കൂടെ കൂടി. ഇതിൽ ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ജാസിക്ക്? എനിക്ക് എൻ്റെ അന്നും ഇന്നും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തുള്ള എൻ്റെ ഫ്രണ്ട് അനന്യയാണ്. ഇവൻ മരണപ്പെട്ടു പോയല്ലോ.
അനന്യനെ പോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആളെ അല്ലെങ്കിൽ അത്രയും ഒരു ഫ്രണ്ട് ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് കണ്ടത് അനന്യയുടെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരു സഹോദരിയുടെ തുല്യമായിരുന്നു. എന്ത് വിഷമം വന്നാലും അവളോട് സംസാരിക്കും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ഹാപ്പി ആക്കി എടുക്കും. പക്ഷെ അവൾ ഒരു ആത്മഹത്യ ചെയ്തു പറഞ്ഞപ്പോൾ എനിക്ക് ഈ സ്റ്റിൽ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അവളത് ഒരിക്കലും എൻ്റെ അനന്യ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു ലൈഫ് പലപ്പോഴും നമുക്കൊരു മെസ്സേജ് ആയിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നമുക്കറിയാം LGBTQI കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തികളുടെ ലൈഫ് എന്ന് പറയുന്നത് ഓരോ മെസ്സേജാണ്. അവരതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാണ് അവരുടെ റൈറ്റ്സ് ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ നിങ്ങൾ എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുമ്പോൾ നമ്മൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഫാമിലിയാണ് നമ്മുടെ സ്ട്രെങ്ത്ത്. പല ആൾക്കാരും ഫാമിലിനൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഫാമിലീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നമ്മുടെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. അവരെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണം, നമ്മൾ അവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുക. ഒരു ലൈഫാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുക, അവരെ ഫീലിങ്സ് മനസ്സിലാക്കുക, നമ്മുടെ ഫീലിങ്സ് രണ്ടുപേർക്കും ഈക്വൽ ഒരു സ്പേസ് കൊടുക്കണം. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ശ്രുതി ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഒരു മൊമെൻറ്റിൽ ഈ ഒരു സൗഹൃദം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ കൂടെയുള്ള കുറച്ച് പേര് പറയും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് തരും. പക്ഷേ ഞാൻ റീതിങ്ക് ചെയ്യും. കാരണം ഈ അവർ ഇപ്പോൾ കമൻസിനേക്കാൾ ഉപരി ഇപ്പം നാളെ ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് നിർത്തി, എന്നാലും നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോനേക്കാൾ ഉപരിയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ 100 കമൻറ്റ് ബാഡ് കമൻറ്റ് വന്നാലും ഈ കമൻറ്റ് ഇടുന്ന ഒരാളും ചിലപ്പോൾ എനിക്കൊരു ആവശ്യഘട്ടത്തിൽ കാണില്ല. ഇപ്പം ഞങ്ങൾ ഷാർജ മൊബൈലിലാണ് താമസം. എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ജാസിയുടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ലേഡി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കുറേ ഇപ്പോൾ ലൈക്ക് വീട്ടിലൊരു ബൾബ് കേടായ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആശയാണ്. രണ്ടുപേരും കൂടെ വരും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ പെട്ടെന്ന് വന്നാൽ, അൽഹംദുലില്ലാഹ് ഇതുവരെ വന്നിട്ടില്ല, പെട്ടെന്നൊരു നെഞ്ചുവേദന എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തോടെ ഏത് പാതിരാത്രിക്കും വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന ഉറപ്പുള്ളതും വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കുന്ന ഉറപ്പുള്ളതൊക്കെ ജാസിയാണ്. സോ ഈ കമൻറ്റ് ഇടുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഒരാളും എനിക്ക് അവൈലബിലിറ്റി അല്ല. അപ്പം ഞാൻ അവരെയല്ല നോക്കേണ്ടത്, എൻ്റെ കൂടെ നിൽക്കുന്നവരാരാണോ അവരെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തു. ഇത്രയും നെഗറ്റീവ്സ് വന്നാലും എനിക്ക് ഇവരുടെ കൂടെ വീഡിയോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ നടക്കുമ്പോഴാണ് നിനക്ക് ഇങ്ങനെ പല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആശി വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ രീതിയിൽ കേൾക്കാൻ എന്തൊക്കെ നമുക്ക് അറപ്പ് തോന്നുന്നു ആ രീതിയിലൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ടത് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ഒരു ബോണ്ടിന് ഒരിക്കലും കോട്ടം തട്ടിയിട്ടില്ല. ഒരു കമൻസും അതിനെ ബാധിച്ചിട്ടൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് വരുന്നത് എന്ന് ചിന്തിച്ചാലും നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല. എനിക്ക് പിരിയാൻ പറ്റാത്ത 2 ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ആലോചിക്കും നമ്മളൊക്കെ എത്ര നാൾ ഒരുമിച്ച് ഉണ്ടാകുമല്ലേ, പറ്റുന്നിടത്തോളം പോലെ നമുക്ക് എപ്പോഴും ഒരുമിച്ച് വേണം, നമ്മൾ എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാതെ തന്നെ ഒരുമിച്ച് പോകണം, ദുബായ് എപ്പോഴെങ്കിലും വിട്ടുപോയാലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം, അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യും. ഭയങ്കര ബോണ്ടാണ്. അത് എന്തും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഈ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും UAE നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് അത് ഡെഫിനറ്റ്ലി അവരെ തേടി വരുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാറുണ്ടോ? അതല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മാത്രമാണോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അതിനകത്തൊരു ജസ്റ്റിസ് വേണം അല്ലെങ്കിൽ ഒരു എത്തിക്സ് വേണം, അങ്ങനെ നോക്കിയിട്ടാണോ നിങ്ങൾ പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഓഫർ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചെയ്യുക, സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെയൊക്കെ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചും കൂടി പ്രൊഡക്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും, അവരോട് ചോദിക്കും. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ അത്ര ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഇതാണ് കാരണം നമ്മൾ നമ്മുടെ കാഴ്ചക്കാർക്ക് ഒരു സാധനം ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അവർക്കൊരു പ്രോബ്ലം ആയിട്ട് മാറരുത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒരു ഇതാണ്. കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങുക. അപ്പോൾ പ്രൊഡക്റ്റ് നന്നായിരിക്കണം. അങ്ങനെ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് പേഴ്സണലി എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമാണ് അത്. ഈവൻ ഞാൻ പെർഫ്യൂം ഷോപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു വൈറ്റനിങ് സോപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓക്കെ ആണെന്ന് ഞാൻ അതൊരു 1 മന്ത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഓക്കെ ആണെന്നതിന് ശേഷമാണ് ഞാനത് പബ്ലിക്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്തത്. എല്ലാം അങ്ങനെ തന്നെയാണ്, നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. കാരണം വെറുതെ അത് ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ തന്നെ. സ്റ്റാമിന സേവർ കോഫി പൗഡറൊക്കെ അങ്ങനെ തന്നെ ചെയ്തത് അല്ലേ?
ശ്രുതിയുടെ പ്രണയം എന്താണ്? അയ്യോ, ഞാനിപ്പോൾ സിംഗിളാണ്. സിംഗിളാണ്. Ready to mingle ആണ്. അല്ല, ഞാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, അറിയില്ല. മിങ്കിൾ ആവാൻ ഇപ്പോൾ കറന്റ് താല്പര്യമില്ല, ചിലപ്പോൾ ഇനി മിങ്കിൾ ആവാതെ ഇരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പ്രണയ ആ ഒരു breakup തന്നെ വല്ലാണ്ട് breakup ആണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഉറപ്പായിട്ടും. ഈ നമ്മൾ ഈ പ്രണയം, ഇപ്പം ഞാൻ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചു, ഒരു ലവർ ഉണ്ടോ ബോയ് ഫ്രണ്ടോ എന്നതിനപ്പുറത്തേക്ക് ശ്രുതിയെ സംബന്ധിച്ച് ഒരു പ്രണയം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യവസ്ഥിതി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ്, അത് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ ആരുടെയും കാര്യത്തിൽ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര അഡിക്ഷൻ ആവുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അയാളെ ലോകം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഡിക്ഷൻ ആവുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അത്രത്തോളം പെട്ടെന്നൊന്നും അറ്റാച്ച്മെൻറ്റ് വരില്ല. വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. എൻ്റെ സകല ഇമോഷൻസും കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരാൾക്കാർക്ക് എന്നെ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റുക. എൻ്റെ ഇപ്പോൾ ഞാൻ ആര് എന്നെ ശ്രമിച്ചാലും ചിരിക്കുക ചിലപ്പോൾ ആ ഒരാൾക്ക് പറ്റും. അങ്ങനെ അത്രത്തോളം അഡിക്റ്റ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അത് പേടിയാണ് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട്. കാരണം ഒത്തിരി ഡിപ്രഷനൊക്കെ കഴിഞ്ഞ് വന്നതാണ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് തന്നെയാണോ ജീവിതത്തിൽ ഭയപ്പെടുത്തും? ഈ പറഞ്ഞ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതായിരിക്കാം ചിലരുടെ ഭയം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെടുന്നെങ്കിൽ പല ഭയങ്ങൾ നമുക്ക് മനുഷ്യനുണ്ടാവും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആളുകളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ലൈഫിൽ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ പണമായാലും എന്തെങ്കിലും തിങ്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് പിന്നെയും, പക്ഷെ ആളുകളെ നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. ഈ ഒരു ബന്ധങ്ങൾ ഹോൾഡ് ചെയ്യാൻ അത്രയും, എനിക്ക് ബന്ധങ്ങൾ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. അപ്പം ഞാൻ ഇവരുടെ ഫോർ എക്സാമ്പിൾ എത്ര നെഗറ്റീവ് കേട്ടാലും ഞാൻ ചേർത്ത് പിടിക്കാൻ കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ചേർത്ത് നിർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. പോയാൽ എനിക്ക് ഭയങ്കര പെയിനാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ. ഫ്രണ്ട്ഷിപ്പിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാനല്ലാതെ എനിക്കൊരു കാര്യത്തിന് വാശി പിടിച്ചിട്ടോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ കണ്ണീര് ഏറ്റവും കൂടുതൽ അമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവുക. സ്കൂളിലാണെങ്കിലും കൂട്ടുകാരികളോട് വഴക്കിട്ട് വരിക. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ മുതൽ ഭയങ്കര സംഭവമാണ്. ജാസിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ് ലൈഫിൽ? എനിക്ക് ഈവൻ ഇതുപോലെ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ വിട്ടുപോവുക, അതാണ് എനിക്ക് മെയിൻ. നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളെ വിട്ടുപോകുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. സഹിച്ചിട്ടുമില്ല ഞാൻ. അത് മാത്രമല്ല വിട്ടുകൊടുക്കില്ല. ഞാൻ സ്നേഹിച്ച ആളെ വിട്ടുകൊടുക്കൂല. എനിക്ക് മെയിൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് സ്നേഹം തന്ന ആള് നാളെ നമ്മളെ ലൈഫിൽ ഇല്ല, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ലൈഫിൽ നിന്ന് മോണായി പോയി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ നിമിഷം, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഏത് തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും ആയിക്കോട്ടെ. ആഷിക്ക് എങ്ങനെയാണ്? ആഷിക്ക് അത് ഇഷ്ടം. സംസാരിക്കട്ടെ കുറച്ച് ആശയുടെ സംസാരം സംസാരിക്കുന്നതേ ഇല്ല. കുറച്ച് ആശയുടെ സംസാരം കേട്ടിട്ടെ. പറയൂ ആഷി. പറയൂ. ജാസി പോണതിനെ കുറിച്ചുള്ള ഭയമൊന്നുമില്ല. ഓരോ ദിവസം ജാസി ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആശയായിരിക്കും. ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. അങ്ങനല്ല, നമ്മളിങ്ങനെ കോമഡിക്കാരല്ല, ഫുൾ ചിൽ മൂഡാണ്. എനിക്ക് ടെൻഷൻ, ഞാൻ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കണുണ്ടോ. ആഷി ബിഗ് ബോസിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ സമ്മതത്തോടെ വിടില്ലേ? അല്ല, ആഷിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഞാൻ ഫുഡ് ഉണ്ടാക്കാത്തത്, ഫുഡ് ഉണ്ടാക്കാതെ വീട്ടിലിരിക്കുന്നത്. അങ്ങനല്ല, അല്ല ആഷി ഇവര് തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ സംഭവം ഭയങ്കരമായിട്ട് ഫൈറ്റ് ഒക്കെ കൂടുമെങ്കിലും ഇവൻ ഒന്ന് സങ്കടപ്പെട്ട് ഇവന്റെ മൈനസ് ഒക്കെ ഒന്ന് വാടി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് സ്പോട്ടിൽ ആഷി മെസ്സേജ് ചെയ്യടാ ജാസി ഓക്കെ അല്ലേട്ടോ, ഒന്ന് ഓക്കെ ആക്ക്, ഹാപ്പി ആക്ക്, കൂടി ഇരിക്ക്. അപ്പൊ ഞാൻ ആലോചിക്കും സംഭവം എത്ര വഴക്കിടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തെറി പിടിച്ച് അടി കൂടിയാലും രണ്ടുപേരിലും ആരെങ്കിലും ഒന്ന് മനസ്സ് മാറിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്. പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. ഈ സെയിം സെക്സ് കപ്പിൾസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വരും പേഴ്സണലി. അപ്പം നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം ഈ ഒരു സെയിം സെക്സ് കപ്പിൾ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ചാലഞ്ച്, എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് എന്താണ് ശരിക്കും? ഞങ്ങൾ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ പലതും പറയാറുണ്ട് അല്ലേ, പക്ഷെ നമ്മൾ അതൊന്നും മെയിൻ ചെയ്യാറില്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഞങ്ങളെ ഒരു ട്രൂ ആയിട്ടുള്ള സ്നേഹബന്ധത്തിനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ വേറെ ഉള്ളതിനൊന്നും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. ട്രൂ ആയിട്ടുള്ള സ്നേഹബന്ധം അത് എന്ന് നല്ല രീതിയിൽ പോകണം. പലതും പറയും, നിങ്ങൾ കോൽക്കളിയല്ലേ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം അവരോട്, എല്ലാം ഞങ്ങൾ ഇന്നലെ ഒപ്പനയായിരുന്നു കളിച്ചത്, നാളെ അല്ലെങ്കിൽ ഞങ്ങൾ ദഫ്മുട്ട് അല്ലെങ്കിൽ അറബിന മുട്ടൊക്കെ കളിക്കുന്നൊക്കെ പറയും. അവര് കാണുന്നത് ഇവര് തമ്മിലുള്ള സെക്സ് എങ്ങനെയായിരിക്കും, ഇതാണ് ആളുകൾക്ക് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ വെറുപ്പ് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ആരും ഫോക്കസ് ചെയ്യുന്നത് അത് എത്ര ബ്യൂട്ടിഫുൾ ആണ് അതാരും കാണുന്നില്ല.
ഇവര് നോക്കുമ്പോൾ രണ്ടാണുങ്ങൾ അവർ തമ്മിൽ എങ്ങനെ ആയിരിക്കും, ഇതാണ് ആളുകളുടെ, അത് അവരുടെ വൃത്തിയുടെ മൈൻഡിന്റെ ഒരു ചിന്താഗതി. എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം സെക്സ് കപ്പിൾസിന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ചിന്ത വരുന്നതും കമന്റ് ഇടുന്നതും ആ ഒരു ഫോക്കസിൽ തന്നെയായിട്ടാണ് നമുക്ക് പലപ്പോഴും. പക്ഷേ നമുക്ക് ഇത് എന്ന് മാറും? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോ ഓൾറെഡി എനിക്ക് എന്താണ് ലെസ്ബിയൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, കപ്പിൾസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരോടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലെസ്ബിയൻസ് കപ്പിളിനെ കുറച്ചും കൂടെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗേ കപ്പിൾസിനെ അംഗീകരിക്കാൻ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സമൂഹത്ത് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവര് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഇവർക്ക് ദൈവം ഇങ്ങനെ ഒരു പെണ്ണിനെയാണ് ഇണയായിട്ടുള്ളത്, അവർക്ക് ഒരു കുടുംബജീവിതം, ഒരു കുട്ടികൾ, അങ്ങനെ ഇവൻ അങ്ങനെ നോക്കും. ലേഡീസുകളാകുമ്പോൾ എന്നറിയോ, ലെസ്ബിയൻസ് ആകുമ്പോൾ അവർ നല്ല സുഹൃത്തുക്കൾ, രണ്ട് പെൺ സുഹൃത്തുക്കൾ, അതേപോലത്തെ ആൺസുഹൃത്തുക്കളും ആവാമല്ലോ, നല്ല ആൺസുഹൃത്തുക്കളായിട്ട് ഇരുന്നൂടെ. പലരും പലതും പറയും, കപ്പിൾസ് ആണെങ്കിൽ മറ്റേ കപ്പിൾസ് ആണോ നിങ്ങൾ കോൽക്കളി, അതിനൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വരുന്ന മെയിൻ കമന്റ് ആണിന്റെ വില കളയല്ലടാ, ആണിന്റെ വില കളയല്ലടാ, ആണിന് മാത്രമേ വിലയുള്ളൂ. അതായത് നമ്മുടെ ടിക്ടോക്കിൽ തന്നെ എത്രയോ ഗേൾസ് ഉണ്ടെന്നറിയോ, ബോയ്സിനെ പോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് മുണ്ടെടുത്തിട്ട് നടക്കുക, മുടിയൊക്കെ ബോബ് കട്ട് ചെയ്തിട്ട് ഷർട്ട് ഇട്ടിട്ട് ലേഡീസിൻ്റെതായ ശരീരാവയവങ്ങളൊക്കെ ടൈറ്റാക്കി വെച്ചിട്ട് പക്ക ഒരാണിനെ പോലെ മേക്ക് ഓവർ ചെയ്ത് നടക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട് ടിക്ടോക്കിൽ. അവർക്കൊന്നും ഒരു ട്രോള് പോലും വന്നിട്ടില്ല. ജാസി ഒരാണായിട്ട് ഒരു ലേഡി പോലെ ആക്ട് ചെയ്യുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ മെയിൻ സംഭവം അതാണ്, ആണിന്റെ വില കളയില്ല. അപ്പൊ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ കമന്റ് അല്ല ബാഡ് കമന്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കമന്റ് ഞാൻ ഇടുന്ന കോസ്റ്റ്യൂംസ്, ജാസി എവിടുന്ന അത് വാങ്ങിച്ചത്, ഇത് ഈ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നല്ലോ, അങ്ങനെയാ. ചില ആണുങ്ങൾ കമന്റ് ചെയ്യുന്നത് നിനക്ക് എന്താണ് ആണിന്റെ ഡ്രസ്സ് ഇട്ടൂടെ, ജിമ്മിന് പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇവരെ മൈൻഡൊക്കെ എന്നാണെന്നും മാറി. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ മാറി വന്നിട്ടുണ്ട്. പുതുതലമുറകളിൽ അവർ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ LGBT കമ്മ്യൂണിറ്റിനെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലരും ഇപ്പോഴും ആ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കമൻസ് ആണ്, കൗൺസിലിംഗ് ചെയ്താൽ ഇത് മാറും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൗൺസിലിംഗ് ചെയ്താൽ മാറുന്നതല്ല, അല്ലെങ്കിൽ ഇതൊരു ഇമോഷണൽ ചേഞ്ച് ആണ്, ഹോർമോൺ ചേഞ്ച് ആണെന്ന് തിരിച്ചറിയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറവാണ്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് പറയാറുണ്ട്, നിങ്ങൾ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ശരിക്കും നമ്മൾക്ക് അതിന് നമ്മുടെ സമൂഹത്തെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സാധിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടില്ല നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും പല ആൾക്കാരും പറയുന്നത്, ഒരു ടൈമിൽ ഞാൻ പോലും ഉപദേശിച്ചിട്ടുണ്ട്, ജാസി നമുക്ക് കൗൺസിലിംഗ് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കൗൺസിലിംഗ് ചെയ്താൽ നിന്നെ മാറുമെങ്കിലോ. നമ്മളിപ്പോൾ ലൈക്ക് ചാന്തുപൊട്ട് മൂവിയിൽ ദിലീപ് ലാസ്റ്റ് വന്നിട്ട് അതിൽ എന്താ പറയാ, ഗോപിക അല്ലേ, ഗോപിക എന്ന് പറഞ്ഞ നടിയാണ് ക്യാരക്ടറല്ലോ. പിന്നീട് അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ നമുക്ക് അങ്ങനെ കൂടെ ട്രൈ ചെയ്ത്, ചിലപ്പോൾ നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും, നിനക്ക് പറ്റും, ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാറുന്നൊക്കെ ഒരു ടൈമിൽ ഞാൻ പോലും ഉപദേശിച്ചു. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ ഇവരോട് കൂടുതൽ അടുക്കുന്നവരും മനസ്സിലാവും അത് അതുകൊണ്ടൊന്നും മാറുന്നതല്ല, ജന്മനാ അവൻ്റെ ഹോർമോൺ അങ്ങനെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു തുടങ്ങി. ചില ആൾക്കാർ പറയും, നിനക്ക് ആണായിട്ട് ജീവിച്ചൂടെ, എന്താണ് നീ അഭിനയിക്കുന്നതല്ലേ, അല്ലെങ്കിൽ നിനക്ക് ജിമ്മിന് പൊക്കൂടെ, പലരും പറഞ്ഞ അഭിനയിക്കുന്നതല്ലേ, അങ്ങനെയൊക്കെ. ഞാൻ പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു എത്ര കാലം അഭിനയിക്കാൻ വേണ്ടി പറ്റും? പലവരും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ താഴത്തുള്ള കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വരുന്ന സെയിം കമൻറ്റുകൾ, ഈവൻ അവർ സ്ത്രീ ആയിട്ട് പോലും അവർക്ക് വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇത് ജനങ്ങളോട് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു അഭിനയമല്ല, നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഇത് അഭിനയിച്ചിരിക്കാൻ നമുക്ക് ഒരുപാട് കാലം നമുക്കിത് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ഒരു സ്വത്വം എന്നുള്ള സംഭവം പുറത്തേക്ക് വരും. അതിപ്പോൾ ഒരു പെണ്ണിൽ കുടുങ്ങി കിടക്കുന്ന ആണാണെങ്കിലും ഒരു ആണിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പെണ്ണാണെങ്കിലും അത് എന്തെങ്കിലും ഒരു കാലത്ത് പുറത്ത് വരും. നമ്മൾ കുറേ കൗൺസിലിംഗ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് അവർ ഒരു പെണ്ണായിട്ട് അവരെ കൊണ്ട് വേറൊരു പെണ്ണിനോട് വിവാഹം ചെയ്തിട്ടോ ഒന്നും. ഈവൻ ഞാൻ കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു, അട്ടർ ഫ്ലോപ്പായിരുന്നു. കാരണം എനിക്ക് ഒരിക്കലും സ്ത്രീകളോട് ഒരു എന്താ പറയുക, ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് കൊണ്ടല്ലല്ലോ നമുക്ക് അങ്ങനെ വരുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ എന്താണെന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കത് ഓക്കെ അല്ലാതെ ആയിപ്പോയത്. എനിക്ക് പലരോടും പറയുന്ന കാര്യം അതാണ്, ഒരു അഭിനയ ജീവിതം അല്ലെങ്കിൽ ഇത് ഒന്നുമല്ല, ഇത് അവരുടെ സ്വത്തം അവർ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ വിവാഹിതനായിരുന്നു, പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആണ്. പിന്നീടാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്തതിന് ശേഷം ഇപ്പോൾ വിവാഹം ചെയ്തിരുന്ന ആ സ്ത്രീയോട് സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്?
അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജാസി ഇതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അതിൽ എപ്പോഴെങ്കിലും അവർക്ക് ആ ഒരു സപ്പോർട്ട് മൊമെന്റ് വന്നിട്ടുണ്ടോ അവരുടെ? ഞാൻ ഓൾറെഡി ഇതിനു മുമ്പേ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ഓൾറെഡി എൻ്റെ വീഡിയോസൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീഡിയോസിലൊക്കെ അങ്ങനെ പെണ്ണത്തം ഉണ്ടല്ലോ, ഒരു പെൺകുട്ടികളെ പോലെ ഉണ്ടല്ലോ, അപ്പോൾ ഒറിജിനൽ അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2 ചേച്ചിമാരെ കൂടെ വളർന്ന വ്യക്തിയാണ്. എനിക്ക് പെൺ സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതൽ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പെൺകുട്ടികളെ പോലെ ഞാൻ ഉണ്ട് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് ഈ വിവാഹം കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പേഴ്സണലി ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. ആ കുട്ടി വീട്ടുകാരോടൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു, വീട്ടുകാർക്കും അവരോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടുപേരും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങത് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ആഷിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു പിന്തുണ? ഒരു പിന്തുണയില്ല, കംപ്ലീറ്റ് അഗൈൻസ്റ്റ് ആണല്ലേ? ഇപ്പോഴും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ജാസിനെ കൈ കിട്ടി വെട്ടി നോക്കുന്നത്. കൈ കിട്ടില്ല എന്നെ വെട്ടും. ഈ ചില കമന്റുകൾ നമ്മൾ വായിക്കാറുണ്ട്, ശരിക്കും ജാസി ആഷിയെ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് എന്ന് പറയാറുണ്ട്. ആഷിനെ വിട്ടുകൊടുക്കൂ എന്ന് പറയാറുണ്ട്. എന്താണ് ആളുകൾ പറയുന്നത്? ഞാൻ പറയട്ടെ ഒരു കാര്യം, ഈവൻ പേഴ്സണലി നോക്കുമ്പോൾ ആഷി നോട്ട് എ ഗേ. അത് ഞാൻ ഇതിൽ പറയാം കേട്ടോ. ആഷി നോട്ട് എ ഗേ. ആഷി ഒരു എന്താ പറയുക, ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിയല്ല. ആഷി പക്ക സ്ട്രൈറ്റ് ഉള്ള വ്യക്തിയാണ്. ആഷി ഈവൻ എന്താണ്, എല്ലാവർക്കും അറിയാം ആഷിക്ക് ലേഡീസിനോടാണ് താല്പര്യം. അപ്പം ഇവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു ആഷി. എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ത്രൂ ഔട്ട് ലൈഫും ഞാൻ ആഷി എൻ്റെ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആഷിനോട് പറഞ്ഞപ്പോൾ ലൈക്ക് ആഷിക്കൊരു ഇമോഷണൽ എന്നോട് വന്നത് കൊണ്ടാണ് എൻ്റെ ലൈഫിലൊരു പാർട്ടായിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ കൂടെ വന്നത്. പിന്നെ ഞാൻ ഒരുപാട് ചോദിച്ചു, ആഷി എനിക്ക് നല്ല ലൈഫ് കിട്ടും, അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് പോകാം. പിന്നെ രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തോട്ട് വെച്ചത്. അപ്പോൾ ഇവൻ ആഷി കാണുമ്പോൾ നല്ല അടിപൊളി ഒരു മറ്റേ ഒരു ഇൻ്റർവ്യൂ പോലെ നിബിഡമായി താടി വളർത്തിയ ഒരു ആൺകുട്ടി. അപ്പോൾ ഈവൻ ആഷിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങളുടെ റിലേഷൻ അറിയാം എല്ലാവർക്കും, എങ്കിൽ പോലും ആഷിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് ചെയ്യും, ജാസിനെ ഒഴിവാക്കും, ഞങ്ങളുടെ ലൈഫ് തരാം, എന്തിനാണ് ജാസി ആൺകുട്ടിയല്ലേ, ഞങ്ങളുടെ കൂടെ ജീവിക്കാം, അങ്ങനെയാണ് കുറേ മെസ്സേജ് വരും. ഞാൻ ഒരു ദിവസം ലൈവ് ഇട്ടിട്ട് പറഞ്ഞ് ഇനി ഏറ്റവും ആഷിനെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായിട്ട് പ്രൊഫൈൽ പിക്ചർ അടക്കം ഞാൻ സ്റ്റോറി ഇടുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ കമൻറ്റ് വരാറില്ല. പക്ഷേ എന്നാലും ആഷിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി ചെക്ക, എന്തിനാണ് ആ ലൈഫ് കൊളാക്കുന്നത്, ജാസി എന്തിനാ, ആഷിനെ വിട്, ആഷി പോട്ടെ, അവൻ പറക്കട്ടെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരും. അതാണ് അങ്ങനെ കുറെ കമന്റുകൾ വരാറുള്ളത്. ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ ഇപ്പൊ പറഞ്ഞ ഇവിടെ ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ആഷിക്ക് എന്തൊരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ഇപ്പം കണ്ണട നോക്കിയോ? അതായത് ഇപ്പം ജാസി പറഞ്ഞ ഒരു സത്യമുണ്ട്, ആഷി ഗേ അല്ല എന്നുള്ളത്. അപ്പം തമാശയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ആഷി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഉറപ്പായിട്ടും അദ്ദേഹം ഗേ അല്ല എന്നുണ്ടെങ്കിൽ താങ്കളോടൊപ്പം നിൽക്കുന്നത് ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസ് ആണ്. അതാണ്. അപ്പം നമ്മൾക്ക് അവിടെ ഒരു പൊസസീവ്നെസ് വരുന്നുണ്ട്. ജാസി നമുക്ക് ആഷി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒരു ഇമോഷണൽ ലോക്കിലാണ് ജാസിയോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ അത് ശരിക്കും ആഷിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം അത് എപ്പോഴെങ്കിലും സ്വയം തോന്നിയിട്ടുണ്ട്. എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇവളടക്കം പറഞ്ഞിട്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ആഷി ഒരു സ്ട്രൈറ്റ് ആണ്, അപ്പോ നീ ആഷിന് ഒരു അല്ല ആഷി സ്ട്രൈറ്റ് ആണ്, അപ്പൊ നീ നിന്റെ അതേ സെയിം മൈൻഡുള്ള ഒരു കുട്ടീനെ ഒരാളെ സ്നേഹിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ എന്നോട് പലപ്പോഴും പല ഫ്രണ്ട്സുകളും പറയും. പക്ഷെ ഈവൻ ആഷിനെ ഞാൻ ഇമോഷണലി ഞാൻ പിടിച്ചു വെച്ചതല്ല. എൻ്റെ വിഷമങ്ങളെല്ലാം കേട്ട് പിന്നെ എൻ്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞ് ആഷിയായിട്ട് സ്ട്രെങ്ത് എടുത്ത് വന്ന ഒരു വ്യക്തിയാണ്. എന്ത് പറയാണ്ട് ചെയ്യാറുണ്ട്. അല്ലല്ല, ഇടയ്ക്ക് ഞാൻ തന്നെ ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് കൂടിയിട്ട് മിണ്ടാതെ ഇരിക്കുമ്പോൾ ആള് ഭയങ്കര ഇമോഷണൽ ഡാമേജ് ആകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും, ജാസ്തി മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു കാര്യം ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഇവൻ തന്നെ പറയുന്നുണ്ട് അവൻ സ്ട്രെയിറ്റ് മെൻ ആണ് എന്നുള്ളത്. അപ്പം നാളെ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നി പെട്ടെന്ന് നിന്റെ ലൈഫിൽ നിന്ന് പോകണം എന്നൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രഷർ വാട്ടർ എന്തെങ്കിലും കാരണത്താൽ ഇവൻ നാളെ ഒരിക്കലും നിന്നെ സെപ്പറേറ്റ് ചെയ്ത് പോകുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളത് മൈൻഡിൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. കാരണം ഇവൻ തകരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്.
ആശി പോയി കഴിഞ്ഞ് ഇവൻ എന്താ ചെയ്യാന്ന് പോലും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ എപ്പോഴും വെച്ചോളണം. നമുക്ക് ആരുടെയും കാര്യം പറയാൻ പറ്റില്ല. ആളുകൾ ചിലപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇവൻ്റെ മൈൻഡ്സ് മാറ്റിയിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു കാലത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ പിടിച്ച് നിൽക്കണം, അപ്പം ആ ഒരു തോന്നൽ ഇപ്പോഴും വെക്കണം എന്നൊക്കെ പറയും. അതൊരു സൈഡിൽ ഞാൻ പറയുമെങ്കിലും ഇവർ രണ്ടുപേരുടെയും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണെങ്കിൽ രണ്ടുപേര് ഫൈറ്റ് കൂടുമ്പോഴും ഇവനക്കും പോകാൻ പറ്റില്ല, ഓനക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടുപേരും ചില സമയത്ത് പറയും ഓക്കെ നമുക്കിവിടെ നിർത്താം, മതി, നീ കാരണമാണ് ഞാൻ അങ്ങനെ അയക്കുന്ന, അല്ലെങ്കിൽ അവൻ കാരണമാണ് ഇവൻ, അങ്ങനെ തീരുമാനിച്ചാലും അരമണി അല്ലെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് അപ്പുറം ഇവരുടെ വഴക്ക് തീർന്നു പോവില്ല. ഉറങ്ങുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് വേണം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആഷി 100% ഹാപ്പി ആയിട്ട് തന്നെയാണ് റിലേഷനിൽ നിൽക്കുന്നത്. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും ഇഷ്ടത്തിന് തന്നെയാണ് നിൽക്കുന്നത്. അത് ഞാൻ കൂടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ലൈഫ് അല്ലാണ്ട് തന്നെ നോർമലി ഉള്ള ആൾക്കാരുടെ ലൈഫാണെങ്കിലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എത്ര നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞ് അവസാനം ബ്രേക്കപ്പ് ആയി പോകുന്ന ഒരുപാട് ലൈഫുകളില്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ദൈവം എന്താണ് വിചാരിച്ചിരിക്കുന്നത്, എന്താണ് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എത്രത്തോളം നന്നായി പോകുന്ന അത്രത്തോളം പോട്ടെ, അങ്ങനെ വിചാരിക്കുന്നത്. ആഷി എന്താ പറയണ്ടത്? ജാസിയോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ആഷി നിൽക്കുന്നത്. പക്ഷെ ആഷിക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ കുറച്ച് സെൽഫിഷ് ആകാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൊമെന്റ് വന്നിട്ടുണ്ടോ എപ്പോഴും? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഞാനായിട്ട് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഒരു കാര്യത്തിന്. ഇതിനു മുമ്പ് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര. അത് ഞാനെടുത്ത തീരുമാനമല്ല, വേറൊരാൾ മുഖേന. എനിക്കിതുവരെയായിട്ട് അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു സംഭവം വന്നിട്ടില്ല, വരില്ല എന്നൊരു സംഭവം ഉണ്ട്. അതൊന്നും അപ്പം ജാസിയോടൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ജാസി ഭയങ്കര ഇമോഷണൽ ആയി എന്ന് തോന്നുന്നു. ഇല്ല ജാസിയുടെ കൂടെ തന്നെ നിൽക്കണം എന്നല്ല തീരുമാനം. ഇന്റർവ്യൂല് പറയുന്നത് എല്ലാവരും മുമ്പിൽ പറയുന്ന ഒരു വാക്കായിരിക്കും, മാറ്റി പറയാൻ പാടില്ല. ഒരുപാട് ഇനി എന്തെങ്കിലും മാറ്റി പറഞ്ഞ് ഞങ്ങൾ ഈ ഫീസ് എടുത്ത് വീണ്ടും ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശരിക്കും ഞാനത് ആശയോട് ചോദിക്കുകയാണ്. ശരിക്കും ജാസി അങ്ങനെ ശക്തമായി പോവാൻ പാടില്ല ആശി, അങ്ങനെ ഒരുപാട് പേര് പറയുന്നത്. അങ്ങനെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല ജാസി. അത് പിന്നെ കമന്റിൽ ഇതിലൂടെ ഒക്കെ പറയണല്ലേ. ഷാരൂഖിന് ഞങ്ങളെ ശരിക്കും അറിയില്ല, അതാണ് പറയുന്നത്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് നൈസായിട്ട് പൊളിയാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? എന്താണ് എൻ്റെ ഒരു ഡ്രീം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട് പണിയാണ്. അതിൻ്റെ പണിയിലാണിപ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ടൈറ്റിലാണല്ലോ വീട് പണി. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനുശേഷം ഞാനൊരു വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് കാല് വയ്ക്കും. ഒരു പ്രാവശ്യമല്ല 2 തവണ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയതാണ്. അപ്പോൾ വീട് പണി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞാൽ ഒരു ദുബായി തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യും. അതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. നിങ്ങൾക്ക് പിന്നെ പെർഫ്യൂം ബിസിനസ് ഞങ്ങൾക്ക് ഓൾറെഡി ഷോപ്പ് ഉണ്ട് മുവൈലയിൽ, ഷാർജ മുവൈലയിൽ ഉണ്ട്. അപ്പോൾ എന്താണ് പെർഫ്യൂം ഷോപ്പ് ഇപ്പോൾ മാഷാല്ല നന്നായിട്ട് രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസീസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈവൻ നല്ല ആക്കണമെങ്കിൽ വേറെ നമുക്ക് ഒന്നുകൂടെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അത് നല്ലൊരു ബ്രാൻഡായിട്ട് എടുക്കണം. ഒരു ബ്രാൻഡായിട്ട് തന്നെ അറേബ്യൻ സ്മെൽ എന്നുള്ളൊരു ബ്രാൻഡ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളൊരു ഡ്രീം. അതാണ് ഞാൻ നേരത്തെ കറക്റ്റ് ചോദിക്കാൻ തരുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ആക്സെപ്റ്റൻസ് പറഞ്ഞല്ലോ, സൊസൈറ്റിയുടെ ആക്സെപ്റ്റൻസ്. ഇപ്പം കാതൽ സിനിമയിൽ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്, അതിനെ നമ്മൾ അത്രയും മാനോളം പുകഴ്ത്തുന്നുണ്ട്. ശ്രീ മമ്മൂട്ടി എന്ന നടനെ അപ്പുറത്തേക്ക് ഇതാരും ചെയ്യാനില്ല, അത്രയും നല്ല ക്യാരക്ടറാണ്. അതേ മലയാളികൾ തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു LGBTQI കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഏറ്റവും കൂടുതൽ വിമുഖത കാണിക്കുന്നത്. അപ്പം ആ ഒരു സിനിമ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം പ്രത്യേകിച്ച് ഒരു മാറ്റം ഫീൽ ചെയ്ത് തോന്നുന്നുണ്ട്. ആ ഫിലിം ഇറങ്ങി ഒരു 2-3 ദിവസം നല്ല കുറച്ച് ആൾക്കാർ കാത് സിനിമ പോയി കണ്ടു, നിങ്ങളുടെ ഒരു റെസ്പെക്ട് തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു, അന്ന് ഓക്കെ ആയിരുന്നു. അത് കാതൽ, മമ്മൂട്ടിയുടെ കാതൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ആ ഒരു അതൊന്നും ഒരു ആൾക്കാർ അത്രത്തോളം അത് കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യം. ആ സിനിമയുടെ ഇൻഫ്ലുവൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇതുവരെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ജനങ്ങളുടെ മൈൻഡ് ഇൻഫ്ലുവൻസ് അത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം. എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം സീസൺ 6 വന്നപ്പോൾ ശ്രുതിയുടെ പേര് കേട്ടു, എല്ലാ സീസണിലും ഞങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തിരുന്നു. അതെ അതെ, എനിക്ക് ആ ടൈമിൽ എന്തോ ഒരു വീഡിയോ പ്രാങ്ക് ആയിട്ട് ഇടുകയും ചെയ്തു ഇല്ലേ ജാസി? അത് ഞാൻ ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകണമെന്ന്, എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, ഡ്രീമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് കീക്കിയുടെ ഭയങ്കര ആഗ്രഹമാണ്. അവൾ എപ്പോഴും പറഞ്ഞു നമുക്ക് നടക്കും, ഇവള് വരത്തില്ല കാരണം ഇവള് ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് ഞാനൊക്കെ 2 ദിവസം കരഞ്ഞോട്ടാ ഇവൾ അവിടെ നിൽക്കുന്ന ഇവൾക്ക് എനിക്ക് അറിയില്ല. ഇവൻ കീക്കി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്നോട് കീക്കി പറഞ്ഞു കിട്ടി നമുക്ക് പോകാട്ടോ എന്ന് പറയും.
ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് പോകുന്നത്. എല്ലാ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ഇപ്പോൾ വരാൻ പോകുന്ന സീസൺ 7ലും അടക്കം പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യം പോകണം എന്ന ആഗ്രഹം. ആള് കയറാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, കുറേ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ടാസ്ക് അല്ല അത്. അതെ, ഇപ്പം കിട്ടുന്ന ഒരു സൈബർ ബുള്ളിങ് ഉണ്ടല്ലോ ഈ ഒരു കോൺടെസ്റ്റൻസ്. എൻ്റെ ഭയങ്കര ഒരു ഞാൻ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഭയങ്കര വിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ജാസ്മിൻ ജാഫർ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ അവളെ എനിക്ക് മുമ്പ് അറിയില്ല, പക്ഷെ അവളെ ഫ്രണ്ട് എൻ്റെ നല്ല ഫ്രണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരുപാട് സപ്പോർട്ടിങ് വീഡിയോസ് അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഇമാജിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ പുറത്ത് വന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ പേടിയില്ലാണ്ടില്ല. പക്ഷെ എന്തായാലും പോയ ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ എന്തായാലും ഞാൻ പോകും. ശ്രുതി എന്തായാലും പോവില്ല. ഇല്ല, തല്ലി ഞാൻ ആ ഷോയിന്റെ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് അങ്ങനെ ഇരുന്ന് കാണാത്ത ആളാണ്. എനിക്ക് ഇപ്പോഴും അങ്ങനെ വലിയ താല്പര്യം ഐഡിയ ഇല്ല. ഇപ്പോൾ യു എയിൽ വന്നിട്ട് എത്ര വർഷം? ഞാൻ 7 years. 7 years. അപ്പം ഇതിൽ നമ്മൾ 7 years എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് തോന്നിയത്? ഞാനിവിടെ വന്നതിന് ശേഷം സ്വന്തമായിട്ട് ഒരാളുടെ ഹെൽപ്പില്ലാതെ വീട്ടുകാരുടെയും ഒരു രൂപ പോലും ചിലവാക്കാതെ എൻ്റെ ഒരു ഡ്രീം ഹൗസ് ഇപ്പോൾ പ്ലാനിങ്ങിൽ. അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും എൻ്റെ ഡ്രീം. ഇവിടുത്തെ UAE ലൈസൻസ് എടുത്തത്. അത് എടുത്തപ്പോൾ ഭയങ്കര ഡ്രീമായിട്ട് തോന്നി. പക്ഷേ അറിയാലോ, നമുക്ക് എടുക്കുമ്പോൾ UAE ലൈസൻസ് എടുക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പക്ഷേ 2 വർഷം കഴിഞ്ഞു, ഇപ്പം അതൊരു സാധാരണ സംഭവമായിട്ട് തോന്നുന്നു. ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രുതി ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റ്സ് കണ്ടിരുന്നു. ഫ്ലെക്സിബിളായിട്ട് ഓടിക്കുക എന്നുള്ളത് അതിനെയും നെഗറ്റീവായിട്ട് കാണുന്ന കുറേ കോമൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമാണല്ലേ സോഷ്യൽ മീഡിയയിൽ. എന്ത് ചെയ്താലും ശ്രുതി ചെയ്യുന്നത് എന്തും ഒരു പ്രശ്നമായിട്ട്. ഈവൻ ഇപ്പോൾ വീട് പണിയുന്നത് എത്രത്തോളം ഒരാളുടെ ആഗ്രഹമാണ്. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മളൊരു വീട് പണിയുക എന്നുള്ളതാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷമാണ് എനിക്കത് സാധിച്ചത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും 7 വർഷം എന്നെ സംബന്ധിച്ച് അത് ലേറ്റായി പോയിന്ന്. ചിലർ വിചാരിക്കും 10-15 വർഷം ഇവിടെ കിടന്നിട്ട് വീട് പണിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ നോട്ടത്തിൽ 7 വർഷത്തിനുള്ളിൽ വീട് പണിതല്ലോ എന്നുള്ളൊരു. അപ്പോൾ അതിനടിയിൽ പോലും റിയൽ എസ്റ്റേറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം വിറ്റിട്ടല്ലേ വീട് പണിയുന്നത്, സ്ഥല കച്ചവടം നടത്തിയിട്ടല്ല. അത് വേറെ അതായത് നമ്മൾ വേറെ മോശം പണിക്ക് പോയിട്ടാണ് വീട് പണിയുന്നതെന്ന് പോലും കമൻ്റൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാൻ ചിലപ്പോൾ താങ്ങും. പക്ഷെ എൻ്റെ വീട്ടുകാരിത് കാണുമ്പോൾ, കാരണം എൻ്റെ ഇപ്പോൾ വീട് പണിയുന്നതിൻ്റെ 1 ദിറംസ് ആണെങ്കിൽ പോലും കറക്റ്റ് കണക്ക് എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ഗെയിം, അതിൽ നിന്ന് വരുന്ന ആ എമൗണ്ട് നാട്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നു. സോ കറക്റ്റ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എൻ്റെ വീട്ടുകാർക്കും അറിയാമല്ലോ. കാരണം എനിക്ക് അമ്മ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും എവിടെ നിന്നാണ് എൻ്റെ ഇൻകം എന്നുള്ളത്. പക്ഷെ ആളുകൾ ഇതൊന്നും അറിയാതെ സ്ഥല കച്ചവടം നടത്തിയിട്ടാണ് വീട് പണിയുന്നത്, ഇവക്ക് മറ്റേതല്ല ജോലി, ഇവക്കൊക്കെ പെട്ടെന്ന് എന്തും ആവാമല്ലോ, അങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും നമ്മുടെ ഒരു സ്വപ്നത്തിനെയാണ് അവർ ആ ഒരു രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് തോന്നും. നമ്മുടെ സ്വപ്നങ്ങളും നമ്മളുടെ കഷ്ടപ്പാടുകളും മറ്റുള്ളവർക്ക് വളരെ തമാശയായിട്ട്. അതെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ വന്ന് ആസ് എ ലേഡി, നമ്മളിപ്പോൾ ലൈവിൽ ഇരുന്ന് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഈസി സംഭവമൊന്നുമല്ല. ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ ആണ്. കാരണം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. തോറ്റു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ടീം പറയുന്ന ഹെവി പണിഷ്മെൻ്റ് ഒക്കെ നമ്മൾ സ്പോട്ടിൽ എന്താണോ പണിഷ്മെൻറ്റ് അത് എടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ എൻ്റെ സൗണ്ട് തന്നെ ത്രോട്ട് എനിക്കിപ്പോൾ പ്രശ്നമായി. 5 to 6 hours നമ്മളിരുന്ന് തൊണ്ട കാറി ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ എല്ലാ ജോലിക്കും എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. അതിപ്പോൾ ഈ ലൈവിനും നമ്മൾ ഇത്രയും അവേഴ്സ് നമ്മൾ ഉറക്കം കളഞ്ഞ് വെളുപ്പിന് 4 മണി വരെ നമ്മളിരുന്ന് ഗെയിം കളിച്ചിട്ടേക്ക് നമുക്കൊരു ഇൻകം കിട്ടുക. അപ്പോൾ അതൊക്കെ എല്ലാ റിസ്കോട് തന്നെ ഞാൻ ഈ വീട് പണിയുമ്പോൾ എനിക്ക് അതൊരു ഡ്രീം അച്ചീവ്മെൻറ്റ്, ഭയങ്കര ഹാപ്പിയാണ്. എത്ര നെഗറ്റീവ് കേട്ടാലും ഞാൻ അതിൽ ഹാപ്പിയാണ്. നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ഇപ്പം നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും നല്ല സുഹൃത്താരാണ്? എന്താണ് കിക്കിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? നമുക്ക് എന്ത് വിശ്വസിച്ച് പറയാം, ഇവനൊക്കെ ഒരു നെഗറ്റീവ് വന്ന ഒരു സൈഡിൽ ഞാനും ആശ്വസിപ്പിക്കാനുണ്ടാവും, മറു സൈഡിൽ അവളും ആശ്വസിപ്പിക്കാനുണ്ടാവും. ആ 2 പേരുടെ സപ്പോർട്ടും മതിയും ഓവർകം ചെയ്യാൻ. കാരണം അവള് ഇപ്പൊ നമ്മള് ഒരു കാര്യം നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾക്ക് നമ്മുടെ എന്തും പറഞ്ഞ് നമ്മള് എന്താണ് പറയാ ശിശേരിക്കാനോ എന്താ പറയില്ലേ, ശകാരിക്കാൻ, സോറി ശകാരിക്കാൻ നമ്മളെ എന്ത് പറഞ്ഞാൽ നമ്മളെ ശകാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നമ്മള് വിളിച്ച് സംസാരിച്ച് അവളത് പറഞ്ഞിരിക്കും. അത് ലൈക്ക് നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവളത് നമ്മളെ വിളിച്ച് സംസാരിക്കും, ജാസ്മിൻ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ പേഴ്സണലി അവള് നമ്മളെ ഒരു ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു
ക്ലാഷ് വന്നിട്ടില്ല. അത് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും, കാരണം ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കണ്ടോ അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് മാറി സംസാരിക്കണ്ടോ ഇടവരുത്താത്ത ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ്. ഒരു റീസണിലോ അവള് ആഫ്റ്റർ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ, പറഞ്ഞു തരും നമുക്ക്. ഇപ്പം ജാസി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ ആരാണ് UAE-ൽ? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുകയാണെങ്കിൽ അജ്മൽ ഖാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് അല്ലേ, എപ്പോഴും ആ ഒരു സുഹൃത്ത് ബന്ധം ഡൗൺ ടു എർത്ത് ആണ്. ഒരുപാട് വലിയ നെല്ലെത്തിയിട്ട് പോലും എല്ലാവരോടും കാണിക്കുന്ന ആ ഒരു സിംപ്ലിസിറ്റി, അതെനിക്ക് ഭയങ്കര, പലരും കുറച്ച് അങ്ങ് ഫോളോവേഴ്സ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ജാട അല്ലെങ്കിൽ ഒരു ഇത് അതൊന്നുമില്ലാതെ ഭയങ്കര എപ്പോൾ കണ്ടാലും വന്ന് സംസാരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇതല്ല, ലൈക്ക് കണ്ട ആൾക്കാരിൽ നിന്ന് എടുത്ത നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റിയൽ ലൈഫും രണ്ടും എൻറ്റോർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ റീൽസിൽ കാണുന്നത് പോലെയല്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണലി എനിക്കൊന്ന് വൾണറബിൾ ആണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറീസ്, അതായത് ഇപ്പം ഓൺലൈൻ ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ഇത് ഇങ്ങനെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെയാണ്. അപ്പം റീൽസിലും റിയൽ ലൈഫിലുമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് നിങ്ങൾ എങ്ങനെയാണ് സ്വയം സെറ്റ് ചെയ്യുന്നത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബീച്ച് ഷൂട്ട് ചെയ്തായിരുന്നു, ഷോർട്സ് ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അത്രത്തോളം എക്സ്പോസ് ചെയ്തത് അതൊരു ഇതിട്ടോ ലെഗ് മാത്രം, ഷർട്ടാണ്, ഫുള്ള് ഷർട്ടാണ്, ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ട് ബീച്ച് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തിരിക്കുന്നതിൽ കുറച്ച് എക്സ്പോസ് ആയിട്ടുള്ളത് അത് മാത്രമാണ്. പക്ഷെ ഇന്നേ വരെ നമ്മൾ ദുബായ് ആണെങ്കിൽ പോലും ഇതുവരെ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പുറത്തിറങ്ങി നടന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയാം നമ്മൾ റീൽസ് ചെയ്യാം, ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ചെയ്യാം, പക്ഷേ അത് ഞാൻ എൻ്റെ ലിമിറ്റ് അതാണ്. എനിക്ക് പുറത്തിടാനായിട്ട് ഭയങ്കര ഷൈ ആണ്, ഭയങ്കര പേടിയാണ്. ആ ഷൂട്ടിന് പോലും നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ആ ഷോർട്സ് ഇട്ടിട്ട് ബീച്ചിലേക്ക് വെളുപ്പിന് കേട്ടോ നമ്മൾ വണ്ടി കയറി പോകുന്നു, ആ ജസ്റ്റ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറുമ്പോൾ പോലും ആ ഷോർട്സ് ഇട്ടതിന് ഞാൻ അനുഭവിച്ച ആ ഒരു ഷൈ എത്രത്തോളം ഇവർ കണ്ടതാണ്. കാരണം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം എനിക്കറിയാം എന്നെ ആളുകൾക്ക്, എൻ്റെ വ്യൂവേഴ്സിന് എന്നെ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിന് നാടൻ രീതിയിൽ സാരി ചുരിദാർ അങ്ങനെ കാണാൻ ഇഷ്ടം, അങ്ങനെ എന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈ ഷൂട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു 1.5 ഇയർ എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ അവസാനം സമ്മതിച്ചൊരു ഷൂട്ടാണ്. അപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു ലിമിറ്റാണ്. എനിക്കും ഇഷ്ടമൊക്കെയാണ് ഇവിടെ വന്ന് നമുക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ദുബായ് അല്ലേ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷേ എൻ്റെ ലിമിറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ആരും പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് സ്വയം എക്സ്പോസ് ചെയ്യുന്നതിൽ വലിയ എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കും പോകാൻ പറ്റില്ല. അതെൻ്റെ റിയൽ ലൈഫാണ്. റീൽസിൽ കാണുന്ന ഷോർട്സ് ഇട്ടിട്ട് അതൊരിക്കലും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര നാടൻ ക്യാരക്ടറാണ്, ഭയങ്കര ഒരു ഫാമിലി മെറ്റീരിയലാണ് ഞാൻ. ഫാമിലിയെ കുറച്ച് ഇമ്പോർട്ടൻസ്, ഭയങ്കര ഫാമിലി മെറ്റീരിയലാണ്, ഫാമിലിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ജാസി എങ്ങനെയാണ്? ഞാൻ പേഴ്സണലി വീഡിയോസിലുള്ളത് പോലെ തന്നെയാണ് ഞാൻ ഏകദേശം. കാരണം ഞാൻ എൻ്റെ റിയൽ ലൈഫും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ഏകദേശം അതിനോട് മേച്ചായിട്ട് തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല. ഞാൻ എന്താണോ അതാണ് എൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കുന്നത് എന്ന്. ഞാൻ എപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാവരുടെ ഉള്ളിൽ എല്ലാവരെയും ഹാപ്പി ആക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ചിരിപ്പിക്കണം എന്ന് വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതൊന്നും ഞാൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് തമാശ പറഞ്ഞ കളി. 100 പേരിരിക്കുന്ന ഒരു ഓഡിയൻസിനെ മൊത്തം കയ്യിലെടുക്കാൻ ജാസി മതി. ജാസി ഒരു മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പേര് എന്റർടൈൻ ചെയ്യിക്കും. അതേപോലെ തന്നെ ഞാൻ വീഡിയോസിലും കാണിക്കുന്നത്. ഞാൻ എല്ലാവരും ഹാപ്പിയായി ചിരിച്ച് കളിച്ചിരിക്കാൻ അവരെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയും കോമഡി ആയിരിക്കും, പക്ഷെ എനിക്ക് അവരെ മുമ്പിൽ അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ആ ഉള്ള മൊമെൻറ്റിൽ അവരെല്ലാവരും ഹാപ്പി ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജാസിയുടെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. ചില കമൻറ്റുകൾ അവിടെ കോട്ട് ചെയ്യാറുമുണ്ട് ആ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പം ഇത്രയും ഈ ഒരു സൈബർ ബുള്ളിങ്ങിനെ ഇത്രയും നന്നായിട്ട് നേരിടുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ചില സമയത്ത് അത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്? കണ്ടന്റ് ഉണ്ട്. ചിലപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിൽ തട്ടും. പിന്നെ അധികമൊക്കെ കണ്ടന്റ് ആണ്. രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് ഇന്നൊരു റിപ്ലൈ വീഡിയോ ചെയ്യാനുണ്ട്, ഇന്ന് വേറെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ചിലപ്പോൾ കരച്ചിൽ വീഡിയോ അന്ന് ചിലപ്പോൾ നല്ല ഹാപ്പിയിലേക്ക് ഇരിക്കുക. വെറുതെ ഒരു കണ്ടന്റ് അല്ലാതെ കണ്ടന്റ് വേണ്ടി ചെയ്യാറുണ്ട്. ഉള്ളിൽ അങ്ങനെ തട്ടാറൊന്നുമില്ല. ചില സമയത്ത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെ ഒന്നുമില്ല. ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇപ്പൊ എന്തിട്ടാലും ബാഡ് കമന്റ് വരുന്നതുകൊണ്ടാണ്. ഇപ്പൊ ചില വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇന്ന കമന്റ്സ് വരും, അല്ലെങ്കിൽ ആ ട്രോളന്മാർ ഇന്നത് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ ഇന്ന സാധനം പിടിച്ചിട്ടായിരിക്കും അവർ ട്രോളാൻ എന്ന് മുൻകൂട്ടി അറിയാവുന്ന തരത്തിൽ വരെ ഞങ്ങളിപ്പോ ചില വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഷോക്ക് ആവാറുണ്ട്. കാരണം ചില വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാഡ് കമന്റ് ഉണ്ടാവാറില്ല. ഒറ്റ
ഒറ്റ ബാഡ് കമൻറ്റ് ഇല്ലാത്ത കുറേ വീഡിയോസുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റൊക്കെ ചെയ്ത വീഡിയോസിൽ മീൻസ് അമ്മയും മകനുമായിട്ട് 2 പാർട്ടായിട്ട് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നും ബാഡ് കമൻറ്റ് ഇല്ല. ഒരുപാട് നല്ല ആൾക്കാരൊക്കെ വന്ന് നല്ല കമൻറ്റൊക്കെ പറഞ്ഞ് അപ്പം അതും സന്തോഷം തോന്നാറുണ്ട്. ഈ ഓരോ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. അത് കാണുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും, ചിലപ്പം നന്നായി പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് നിങ്ങൾ അതൊരു ബാലൻസ് ചെയ്യുന്നത്? ഈ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? എന്തൊക്കെയാണ്? അതും ഒരു എക്സ്പെൻസ് ആണല്ലോ നിങ്ങൾക്ക്. ഈവൻ ഇപ്പോൾ നമ്മളൊരിപ്പോൾ ഞാൻ ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഒരു ഫുഡ് വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. ഒരു വണ്ണിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കുറേ നേരം എഫേർട്ട് എടുത്ത്, ഇവൻ ഞാനാണെങ്കിലും എടുത്തന്നെ ആശയാണെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളത് ഓരോ ഭാഗത്തുനിന്ന് ലൈറ്റ് സെറ്റാക്കണം, വീഡിയോ ഇവിടുന്ന് എടുക്കണം, ആ സമയത്ത് ഇത് യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടൻ്റായിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ സിമ്പിളായിട്ട് ചെയ്ത ഈ വീഡിയോസ്. കളിയാക്കുന്നവർക്ക് 15 സെക്കൻഡിലുള്ള ലിപ്സിങ്ക് ചെയ്യുന്ന വീഡിയോ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോലും പേടിയായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഈ കമന്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയില്ല. ഇപ്പം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടെങ്കിലും ഒരിക്കലും ഇവൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ നെഗറ്റീവ് ഇടില്ല. ഒരു കഴിവില്ലാത്ത ആൾക്കാരില്ലേ, വെറുതെ കമന്റ് ഇടാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അവരാണ് ഈ നെഗറ്റീവ് കമന്റ്സിന്റെ പിറകിൽ. അല്ലാതെ ഒരിക്കലും വേറൊരു ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കമന്റ് എനിക്ക് വരാറില്ല. അതുപോലെ സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നമുക്ക് എതിരെ ബാഡ് കമന്റ് ഇടുന്നത്. അവർ അക്കൗണ്ട് പോകുമ്പോൾ ഒരു വീഡിയോസ് ഉണ്ടാവില്ല, പ്രൊഫൈൽ പിക്ക് ഉണ്ടാവില്ല, എന്താണ് അവർ ആണാണ് പെണ്ണ ഒന്നും ഉണ്ടാവില്ല. സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാനില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് ഇടുന്ന വീഡിയോസിനകത്ത് നിന്ന് ബാഡ് കമന്റ് ഇടുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. സ്വന്തം മുഖം പോലും വെക്കാൻ DP പോലും ഇല്ലാത്ത ഐഡികളായിരിക്കും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നമ്മള് അഭിനന്ദിച്ച് പറഞ്ഞു എന്ന് വെച്ചോ, ആ ഐഡിന്റെ അടിയിൽ പോയിട്ട് ഒരു 10 കമന്റ് അവന് തെറി വിളിക്കുന്ന കമന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ പേടിച്ചിട്ട് കമന്റ് ഇടില്ല. അപ്പോൾ പോസിറ്റീവ് കമന്റ്സ് കുറയുവാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് ഇടുമ്പോൾ പോസിറ്റീവ് ഇടാനുള്ള ആൾക്കാർ പോലും മടിക്കുവാണ് അവരെ തെറിവിളി കേട്ടിട്ട്. അതാണ് സത്യാവസ്ഥ. അല്ലാതെ ഈ പറയുന്ന കമന്റ് ഇടുന്ന എല്ലാവർക്കും മീൻസ് ആൾക്കാർക്ക് മൊത്തം നെഗറ്റീവ് നമ്മളോട് വെറുപ്പൊന്നല്ല. പോസിറ്റീവ് ഇടുന്ന ആൾക്കാരെ അവർ താത്തി പറയുവാണ്. അതുകൊണ്ട് ആരും മുന്നോട്ട് വരില്ല പോസിറ്റീവ് ഇടാനായിട്ട്. ജാസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഉപ്പാന്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. വളരെ ഇമോഷണൽ ആയിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. അതിന്റെ താഴെ ഒരു ബാഡ് കമന്റ് ഞാൻ കണ്ടില്ല. എല്ലാവരും അത് ഭയങ്കര ആ ഒരു ഇമോഷണൽ സെൻസിൽ അവർ അത് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ശരിക്കും ജാസിയുടെ ഒരു ഇമോഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഉപ്പ ഭയങ്കര ഇതായിരുന്നു. കാരണം നമ്മൾക്ക് എല്ലാവരും പറയും കണ്ണുള്ളപ്പോഴോ കണ്ണേ വില അറിയുള്ളൂ എന്നുള്ളത്. ഈവൻ ഇപ്പം നമ്മൾ പലപ്പോഴും ഈവൻ എല്ലാവരും നമ്മുടെ അമ്മമാർക്ക് വാല്യൂ കൊടുക്കും. ഈവൻ ഫാദേഴ്സിന് പലവരും അത്ര ഒരു അമ്മമാർക്ക് കൊടുക്കുന്ന അത്ര ഒരു ഇത് കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ഞാനത് റിയലൈസ് ചെയ്ത് എൻ്റെ ലൈഫിൽ എൻ്റെ ഉപ്പ എന്നുള്ള വ്യക്തി ഇല്ലാണ്ടായപ്പോഴാണ്. ഉപ്പ ചെയ്തു വന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഉപ്പ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെന്നുള്ളത് പോലും നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ഉപ്പില്ലാത്ത സമയത്താണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ ഒന്നാമത് ഉപ്പ ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഞാൻ ഉപ്പാനായിട്ട്. ഇവൻ ഉമ്മാനായിട്ട് ഉപ്പാനായിട്ടും എല്ലാം ഷെയർ ചെയ്യും, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് മൈൻഡായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഉപ്പ എന്നുള്ള ഒരു വ്യക്തി ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. പിന്നെ അത് എനിക്കൊരു ആള് വരച്ചു തന്നതാണ്, കോഫി പെയിൻറ്റിങ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അത് ആശയം എനിക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ, കാരണം എനിക്കറിയാം എന്താണ് ഇമോഷണലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഇവൻക്ക് അറിഞ്ഞുകൊണ്ടാണ് ഇവനാണിത് എനിക്ക് പെയിൻറ്റിങ് ചെയ്ത് തന്നത്. അതെനിക്ക് ഭയങ്കര ഇമോഷണലായിരുന്നു ഇവൻ തന്ന സമയത്ത്. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഗിഫ്റ്റുകളിലൊരു ഗിഫ്റ്റ് അതാണ്. ഇപ്പം നാട്ടിൽ പോകുമ്പം എങ്ങനെയാണ് ബന്ധുക്കളും വീട്ടുകാരുമൊക്കെ? നാട്ടിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഈവൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ആ സമയത്തൊക്കെ ഇങ്ങനെ കളിയാക്കലൊക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അന്നും പഠിക്കാനും ഇതേപോലെ ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഡാൻസിനാണെങ്കിലും അല്ലെങ്കിൽ നാടകത്തിനാണെങ്കിലും പാട്ടിനാണെങ്കിലും ഒക്കെ മുൻപന്തിലുള്ളതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. ഈവൻ അന്നും സുഹൃത്തുക്കളൊക്കെ പെൺസുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അപ്പോൾ ആൺസുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് അല്ല ആൺകുട്ടികളുടെ അടുത്ത് നിന്ന് ഭയങ്കര കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഇതാക്കും. ഈവൻ നമ്മളെ കളിക്കാനൊന്നും അവർ കൂട്ടത്തില്ല. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും നമ്മൾ ചേർത്ത് പിടിക്കുക. അപ്പോൾ അവരുടെ കൂടെ അങ്ങ് ഫ്രണ്ട്ഷിപ്പ് ആവും. അങ്ങനെ ശ്രുതിയിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യം, ഇപ്പം സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും. അപ്പം നമ്മളുടെ ഓരോ ഫ്ലോസ് എന്താണ്, നമ്മളുടെ ഒരു പോസിറ്റീവ് എന്താണ്, ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ശ്രുതി മാറ്റേണ്ട ഒരു സ്വഭാവം എന്ന് ജാസിക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇത് മാറ്റണം, അങ്ങനെ ഒരു കാര്യം എന്താണത്? ഇവിടെ പെട്ടെന്ന് എന്ത് വിഷയം വന്നാൽ പെട്ടെന്ന് അങ്ങ്
ഡൗൺ ആയിട്ടിരിക്കും. ഇവൻ എന്ത് വിഷയം ഡൗൺ ആവും ചെയ്യും. പിന്നെ ഇവൻ നമ്മൾ വിളിച്ചാൽ എടുക്കും ഫോൺ എടുക്കല്ല, ഇവളങ്ങ് ഒറ്റക്ക് അങ്ങ് റൂമിലിരുന്ന് അങ്ങ് ഭയങ്കര ഡിപ്രഷനായി പോകും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പോയി വിളിക്കും, നീ അങ്ങനെ ചെയ്യല്ലേ, നീ ഹാപ്പി ആയിട്ടിരിക്കുക, നിൻ്റെ ഹാപ്പിനെസ് കാണുന്നവർക്കാണല്ലോ പ്രശ്നം, നീ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കുക, ബോൾഡായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കുക. പണ്ടൊക്കെ ഭയങ്കരമായിരുന്നു, ഇപ്പം പിന്നെ കുറേ ഒക്കെ അവൾ മാറി, അവൾക്കിപ്പോൾ ഒരു കുറേ ജീവിതം പഠിച്ചു അവള്. അനുഭവങ്ങൾ ഒരുപാടായില്ലേ? അനുഭവങ്ങൾ ഒരുപാടായപ്പോൾ സാധാരണ എല്ലാവരും സ്ട്രോങ് ആവുകയാണ്, പക്ഷെ ഞാൻ കൂടുതൽ ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കറിയിപ്പോ, മുമ്പ് അത്രയും കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ജാസി എന്താണ് മാറ്റേണ്ട സ്വഭാവമായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഞാൻ എപ്പോഴും വഴക്കിടുന്ന എപ്പോഴും ഉപദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള വഴക്കുകൾ പെട്ടെന്ന് പബ്ലിക് ആവും, പബ്ലിക്കിലേക്ക് പെട്ടെന്ന് എത്തും. അപ്പൊ അത് ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇവൻ പ്രഷർ വന്നു കഴിഞ്ഞാല് പരിസരബോധം ഉണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു സഭ, അപ്പൊ ഞങ്ങൾക്ക് അത് എഫക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ പബ്ലിക് അത് കാണുമ്പോൾ നാളെ ഒരിക്കലും ട്രോൾ വരും, ഇതിനൊന്നും ചിന്തിക്കാതെ സ്പോട്ടിൽ എടുത്ത് ചാടിയിട്ട് റിയാക്ഷൻ ആയിരിക്കും. സോ അത് ഞാൻ എപ്പോഴും പറയും, നമ്മൾ നാലാളെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഇവർക്ക് സ്പ്രെഡ് ആക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ സോ പബ്ലിക് ആണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് ദേഷ്യമൊക്കെ വരുമ്പോൾ വീട്ടിൽ പോയിട്ട് കാണിക്കുക, പബ്ലിക്കിൽ കാണിക്കില്ല. എപ്പോഴും അത് പറഞ്ഞിട്ടായിരിക്കും ഞാൻ എപ്പോഴും ഉപദേശിക്കുന്നത്. പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും അല്ലേ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് എല്ലാവരോടും അല്ല കേട്ടോ, ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, അത് പബ്ലിക്കിൽ എല്ലാവരോടും ദേഷ്യമൊന്നും വരില്ല. പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഒരാൾ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവരെ വിഷമങ്ങൾ ഞാൻ കേൾക്കും. അങ്ങനെയൊക്കെയാണ് പേഴ്സണലി. പക്ഷെ ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആശയമായിട്ട് മാത്രം ഞാൻ തല്ലുകൂടെയൊക്കെ ചെയ്യുന്നത് ആശയമായിട്ട് മാത്രം. ബാക്കിയുള്ളവരൊക്കെ ജാസ്തി തല്ലുകൂടെ ഇല്ല, ജാസ്തി അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവർക്ക് അറിയുന്ന കറക്റ്റ് സ്വഭാവം എനിക്ക്. നമ്മൾ ഈ ഒരു മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലരെ ഫീൽ ചെയ്യും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ എന്താ പറയുക സീക്രട്ടായിട്ട് വാച്ച് ചെയ്യുക, ആ ഒരു സാധനം. അങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും അല്ല, ഒന്നിലധികം മെയിൻ ട്രോളന്മാർ തന്നെയാണ്. അല്ല, അവര് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മൾ പോലും അറിയാതെ നമ്മളെ വാച്ച് ചെയ്തിട്ട് നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടോന്ന് ഉറപ്പായിട്ടുണ്ട്, കുറച്ചധികം ഉണ്ട്. ഇപ്പൊ അവരെല്ലാവരും മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മനസ്സിലായി തുടങ്ങി. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഒന്ന് മോളേന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിൽ പെട്ടെന്ന് നമ്മളെല്ലാവരും പെട്ടെന്ന് കയറി, ഞാനൊക്കെ പെട്ടെന്ന് കയറി വിശ്വസിക്കും. എനിക്ക് പെട്ടെന്നൊരു ഇഷ്ടമൊക്കെ തോന്നും. പെൺപിള്ളേരെ ഫ്രണ്ട്സ് ആക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പെട്ടെന്ന് എല്ലാവരെയും ആയിട്ട് ക്ലോസ് ആകും. പക്ഷെ ഇപ്പോൾ എല്ലാം പഠിച്ചു, പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങി ആളുകൾ എന്താന്നുള്ളത്. ആ ഒരു മാറ്റം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ മുന്നോട്ട് പോകാനായിട്ട്. ആ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ. അപ്പം നിങ്ങളെ ഇനിയും ട്രോളുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ കോമൻറ്റ് പറയുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഒരാളെ ട്രോളുമ്പോൾ അവർക്കത് അവർ ചെയ്യുന്നത് ലൈക്കിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ കുറേ ഫേമസ് ആവാൻ വേണ്ടി. പക്ഷെ അത് ഈ ട്രോളുന്ന ആൾക്കാരുടെ ലൈഫിൽ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന ഈ കള്ളത്തരങ്ങൾ, അല്ലെങ്കിൽ വളരെ കള്ളത്തരം മനസ്സിലാക്കാണ്ട് എന്താണ് റിയലായിട്ട് നടന്നത് എന്ന് മനസ്സിലാക്കാണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ലൈഫിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവർ മനസ്സിലാക്കണം. ഈവൻ ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഞങ്ങൾക്കും വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. അവരെ പോലെ ഞങ്ങളും ദുബായിൽ അധ്വാനിക്കാനായിട്ടാണ് വന്നത്, കുടുംബം നോക്കാനാണ് വന്നത്. അത് അവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു ഇഷ്യൂ നടന്നു, ഞാൻ എന്താ ഇഷ്യൂ എന്ന് പറയുന്നില്ല, ഇഷ്യൂ നടന്നു. അത് എന്താണെന്ന് അറിയാതെ പോലെ അവർ ചെയ്ത വലിയൊരു കാര്യം. അപ്പോൾ അത് എൻ്റെ ലൈഫിലുണ്ടായ ഭയങ്കര ഒരു കാര്യം. അപ്പോൾ എനിക്ക് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു കാര്യം അറിയുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയുക, അല്ലാണ്ട് വെറുതെ അല്ലാണ്ട് അവരുടെ ലൈഫിൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ നടക്കുന്ന സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അവെയറാണ്. നിങ്ങളിടുന്ന പോസ്റ്റുകൾക്ക് വരാൻ പോകുന്ന കോമൻറ്റുകൾ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇതിലൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്, നിങ്ങളെ ആർക്കും അങ്ങനെ പെട്ടെന്ന് തകർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ഇമാതിരി ഫോളോ ചെയ്യുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നിങ്ങളെ ട്രോളാനിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര ട്രോളിക്കോ, പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. പണ്ടൊക്കെ വിഷമം ഉണ്ടായിരുന്നു, മരിക്കണമെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും തോന്നാറില്ല. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. അത്രയേ ഉള്ളൂ.
താങ്ക് യു സോ മച്ച്. Thank you നിങ്ങൾക്ക് so much. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം മൂവി വേൾഡ് മിഡിൽ ഈസ്റ്റ് മീഡിയയിലേക്ക് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ, നിങ്ങളുടെയൊക്കെ സ്വപ്നം നടക്കട്ടെ, ഇനിയും നിങ്ങളുടെ ആ ഒരു വലിയ ഉയരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവട്ടെ. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്.